നമ്മളിപ്പോൾ ഇവിടെ ഒരു റോഡ് കണ്ടെത്താൻ പറ്റുമോ നോക്കണം, ഒരു വഴി നമുക്കിപ്പോൾ നോക്കി നോക്കാം. നമുക്ക് നടക്കാം. ഇപ്പം പകുതി കാട് പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒയ്യോ ഇപ്പം വീണേനെ. അപ്പം അങ്ങോട്ട് പോവാം. റബ്ബർ ഏരിയ ഇതല്ലേ, റബ്ബർ ഏരിയ. അയ്യോ ഓ കാടൊക്കെ ഇനി മാറ്റി. ഈ പോക്കാണെങ്കിൽ വീഴ്ച ഉറപ്പാണ് കൈസ്. ഒരു തരിശ് ഭൂമി വന്നിട്ടുണ്ട്. അവിടെ മുഴുവൻ റബ്ബർ തോട്ടമാണെന്ന് തോന്നുന്നു. ആണ് ഉറപ്പിച്ച് നടക്കാം. നിങ്ങളിനി കണ്ടോ വഴി എങ്ങനെയാണെന്ന്. ഇവിടെയൊക്കെ രാവിലെ വെട്ടാനൊക്കെ ആൾക്കാർ വരും. ആണ് സ്ഥലം. നമ്മുടെ വീടിന് തൊട്ട് മുകളിലൊക്കെ നല്ല കാടാണ് ഗൈസ്. നമുക്ക് നടക്കാം. പോക്കാണെങ്കിൽ ഉടനെ തട്ടി വെച്ച് എവിടെയെങ്കിലും വീഴും നമ്മൾ. ഇവിടെ റോട്ടിലോട്ട് എത്താനുള്ളൊരു സ്ഥലം റോഡുണ്ട്. ഇവിടെ ഒരു അമ്പലത്തിൻ്റെ റോഡ്, അവിടെ എത്താനുള്ളൊരു വഴിയുണ്ട്. അപ്പോൾ ഏത് വഴിയാണെന്ന് അറിയില്ല. നോക്കി നോക്കാം. എന്തായാലും എത്തുമല്ലോ, എത്താതിരിക്കില്ലേ. ശ്രമിച്ച വിജയം കിട്ടിയിരിക്കും. അയ്യോ ഇച്ചിരി കയറിയപ്പോൾ തന്നെ തളർന്നില്ല. അവിടെയൊക്കെ ഒരു വീടൊക്കെ ഉണ്ട്, താമസമുണ്ട്. അത് ഈ മുകളിൽ വഴി കയറാം. അതെളുപ്പം. ആ സൈഡിൽ വീടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ ഒരു ഗ്രില്ലിട്ടത് കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെയാണ് റോഡ്. ആ സൈഡ് റോഡ് നമുക്കറിയാലോ, അവിടെയാണ് വരും. പക്ഷേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല. അപ്പം വേറൊരു വഴിയുണ്ട്, അതിന് പോവാം. ഞാനത് സ്പൈഡർമാൻ്റെയൊക്കെ കൂടെ സിനിമ അഭിനയിക്കാൻ പോകണമെന്ന് വിചാരിച്ചായിരുന്നു. നടക്കൂല, നമുക്ക് മലയാളിയല്ലല്ലോ. എന്തോടെ മുഴുവൻ കാടാ. പൊന്നടാവേ, കാട് തന്നെ കാട്. ഈ കാണുന്ന മുള്ള എൻ്റെ കയ്യിൽ വലിച്ചു. അയ്യോ പക്ഷെ ഒന്നും പറ്റിയില്ല. നമുക്കൊക്കെ ഇത് വെറും ശീലമാണ്. അയ്യോ ഇപ്പോൾ എത്തും. ഞാൻ നടന്ന് ഈ മതിൽ കെട്ട് ചാടണമല്ലോ. ദൈവം ചാടിക്കയറി. പിന്നെ ഞാനാരാ പോയി. അതുപോലെ ഈസി ആയിട്ടുള്ളൊരു വഴിയുണ്ട്, പാടായിട്ടുള്ളൊരു വഴിയുണ്ട്. അയ്യോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും ഫോണും കൊണ്ട് എന്തായാലും പറയുള്ളൂ. അപ്പോൾ ഞാൻ കാടാണല്ലോ, ഏതൊരു പോവും. കാടെങ്കിൽ കാട്, പിന്നല്ല പാടുള്ള വഴി വേണം, ഈസിയുള്ള വഴി വേണം. ഇപ്പോൾ ഈ വഴിയെല്ലാം അത്യാവശ്യം കാടായിട്ടുണ്ട്. പണ്ട് ഞാനും എൻ്റെ മാമിയുടെ മക്കളൊക്കെ ഇവിടെ വന്ന് കളിക്കുമായിരുന്നു. ഇവിടെ മുഴുവൻ മുള്ളാണ്. നോക്കുന്നു, ഇവിടെ വലിച്ചു പിടിക്കുന്നു. അയ്യോ ഇവിടെ മുഴുവൻ മുള്ളു. എങ്കിലും ഇതെല്ലാം തരണം ചെയ്യും. വാ ബ്യൂട്ടിഫുൾ ട്രീ. ഇത് പറങ്ങമാവെന്ന് പറയുന്ന ട്രീ ആണ്. എൻ്റെ കാല് നോക്കുക കുടുങ്ങി. ഇത് ഞാൻ എസ്കേപ്പ് ആയി. വേണ്ട, ഇവിടെയൊക്കെ ഒരു സമയം ഇടിച്ചു കളഞ്ഞ മല പോലെ നിൽക്കുന്നുണ്ടല്ലോ, ഇവിടെയൊക്കെ ഇടിച്ചതായിരുന്നു. പിന്നെ കാട് പിടിച്ച്. അപ്പം തേങ്ങ ഇട്ടണമെങ്കിൽ തേങ്ങയും കൂടെ എടുത്തുകൊണ്ട് പോവാം എന്നാണ് പ്രതീക്ഷ. അയ്യോ തേങ്ങ എന്തിനാണ്, അവിടെയാണ് റോഡ്. പക്ഷേ പെട്ടെന്ന് റോഡിലോട്ട് എത്താം അല്ലേ, അതല്ലേ നല്ലത്. കാട് കയറി അതുകൊണ്ട് എനിക്ക് വയ്യ. ഗൈസ് എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നു. പിന്നെ എന്നോടാണ് കളി. അയ്യോ ഞാനെങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ തരണം ചെയ്ത് റോട്ടിലേക്ക് എത്തി. വീടൊക്കെ ഉണ്ട് കേട്ടോ.
ചില വീട്ടിലൊക്കെ ആൾ താമസമുണ്ട് ഇപ്പോഴും. ഇതാണ് വലിയൊരു റബ്ബർ തോട്ടമായിരിക്കും. ഇത് മലയായി ഇപ്പം. നമ്മൾ പണ്ടപ്പോഴും കയറി കളിക്കുമായിരുന്നു. ഇപ്പം കാട് പിടിച്ച ശേഷം കയറാറില്ല. ഇതാണ് പറഞ്ഞ റോഡ് എത്തി ഗൈസ്. ഇവിടെ അമ്പലത്തിൻ്റെ റോഡാണ്. നമുക്ക് താഴോട്ട് പോകാം. തൊട്ട് താഴെ ഒരു അമ്പലമുണ്ട്, ശിവക്ഷേത്രമാണ്. അതിൻ്റെ തൊട്ട് മുകളിലൊരു പാറയിൽ ഹനുമാൻ ക്ഷേത്രമുണ്ട്. നമ്മുടെ നാട് ഭയങ്കര പ്രത്യേകതയുള്ള ഒരു നാടാണ്, നെടുമങ്ങാടാണ്. കാലാവസ്ഥയാണ്, മഴയൊന്നുമില്ല. ഇവിടെ ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും ഇത് ഈ മരത്തിൻ്റെയൊക്കെ പോസ്റ്റാണ്, ചില ഉള്ളിലോട്ടൊക്കെ. ഇതിപ്പോൾ സാധാ പോസ്റ്റാണ്. ഇവിടെ എല്ലാം കാടായി. നമ്മളങ്ങനെ ഇറങ്ങി വന്നു. കുറച്ചും കൂടെ നന്നായിട്ട് ഇറങ്ങാം. ഇവിടെ വേണ്ട, ഇവിടെയൊക്കെ ലോറിയൊക്കെ കയറി വരും കേട്ടോ. ഈ റോഡിങ്ങനെയാണെങ്കിലും ലോറിയൊക്കെ വരും. ഫുള്ള് കാട് ഏരിയയാണ്. കണ്ടോ അവിടെ നിങ്ങൾ ചുവന്ന കളർ പോലും കാണുന്നില്ല, അതാണ് അമ്പലം. അടുത്തൊരു വീഡിയോ സെറ്റ് നമുക്കത് കാണിക്കാം. നമുക്കിപ്പോൾ ഈ വഴി തിരിഞ്ഞു പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വഴി തിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇപ്പോൾ നമ്മളെ വീട്ടിലോട്ട് പോണ വഴിയാണ്. അല്ല, നമ്മൾ ഈ വഴിയല്ലേ പോകണം, ഈ വഴിയും വീട്ടിൽ പോവാം. അങ്ങനെയാണ്. അതുകൊണ്ട് ഈ വീട് ഈ വഴി ഒരു ബൈക്ക് പോകുന്ന വഴിയാണ്. എങ്കിലും കാടിനൊരു കുറവുമില്ല, മുഴുവൻ കാടാണ്. ഏറ്റവും കൂടുതൽ ശല്യം ഈ പന്നി ശല്യം വളരെ അധികം ആയിട്ടുണ്ട് ഇവിടെയൊക്കെ. എന്ത് ചെയ്യാൻ പറ്റും, അവർക്കും ജീവിക്കണ്ടേ എന്നല്ലേ പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. നമ്മളിതാ ഇതൊക്കെ വലിയ മരങ്ങളാണ്, ഒമ്പം കാടുകളാണ്. ഇനിയും പരിശ്രമിക്കണമെന്നാണ് തോന്നുക. നമുക്കൊരു അച്ചാമ്മയുണ്ട്, ഒരു ഇളയ അച്ചാമ്മയാണ്. അച്ചാമ്മയ്ക്ക് ഇവിടെ ഒരു വീടുണ്ട്. പിന്നെ അവരാണെങ്കിൽ ആ വീട് ശ്രദ്ധിക്കുന്നുമില്ല, നോക്കുന്നുമില്ല. ഒരു വീടുണ്ട് നമുക്കിവിടെ കാട്ടിൻ്റെ അകത്ത്. സ്വന്തം ഇളയ അച്ചാമ്മ, ഏറ്റവും ഇളയ അച്ഛൻ. ഈ 3 അച്ചാമ്മമാരുണ്ട്, അതിൽ ഏറ്റവും ഇളയ അച്ഛൻ. ചെറിയ വഴിയാണ്, ഈ വഴി കൂടെ ബൈക്ക് പോകും. പറഞ്ഞു തരുവാണെങ്കിൽ ഇതെല്ലാം റബ്ബർ ഏരിയയാണ്. റബ്ബർ വെച്ച ആൾക്കാർക്കൊക്കെ നല്ല വരുമാനം കിട്ടുന്നുണ്ടാവും. പാവങ്ങൾ ജീവിക്കട്ടെ. ഒരു സമയത്ത് ഇവിടെ വെട്ടി നല്ല കാടൊക്കെ വെട്ടി മരമൊക്കെ മുറിച്ചപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ വിറവെടുക്കാനൊക്കെ ഇവിടെ വരുമായിരുന്നു. കണ്ടില്ലേ, ഭയങ്കരം കാടായി. അതാണ് അടുത്തൊരു റബ്ബർ ഏരിയ. ഈ വഴിയും വീട്ടിൽ പോവാം. ഒക്കെ വീടുകൾ അത്യാവശ്യമുണ്ട്. അപ്പോൾ ഈ വഴി പോവാം, കയറി പോവാം. അപ്പോൾ ആ കാണുന്ന വീടാണ് എൻ്റെ അച്ഛമ്മയുടെ വീട്. ഈ വഴി പോകാം. ഈ വഴിയാണ് ബൈക്ക് ഇറങ്ങി പോകുന്നത്. അവിടെ താഴെ വീടുണ്ട്, ആ വീട്ടിലാണ് ബൈക്ക്. അവിടെ ആ ഷീറ്റിട്ട് വരാണെന്നില്ലേ, അവിടെ നിന്നാണ് ബൈക്ക് വരുന്നത്. ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞൂടെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ വരുമ്പോൾ കാണാറുണ്ട്. ഇപ്പം എവിടെ എത്തിയെന്തോ. നമ്മുടെ സ്ഥലം തന്നെ. ഇതാണ് നമ്മുടെ അച്ഛമ്മയുടെ വീട്. അവർ വിചാരിച്ച നന്നായിട്ട് കെട്ടിയെടുക്കാം. അവർ വിചാരിക്കണ്ടേ. അതെന്ന് പറഞ്ഞിട്ട് നമ്മളെക്കാട്ടും കുറച്ച് അത്യാവശ്യം നല്ല വലിയ വീടാണ്. ഇതിൽ തന്നെ 2 റൂമെന്തോ ഉണ്ട് അവർക്ക്. കാട് കയറി കിടക്കുകയാണ് വീട്. എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് എൻ്റെ അപ്പൂപ്പൻ താമസിച്ചിരുന്നത്. ചെറിയൊരു കുടിൽ കിട്ടിയത്, അതെല്ലാം ഇടിച്ച് പൊളിച്ച്. ഇത് അവരിറക്കിയിട്ടിരിക്കുന്ന മെറ്റിൽ മണ്ണ്. അവിടെ ഒരു കിണറുണ്ട് പൈസ, അങ്ങോട്ട് പോകാൻ പറ്റില്ല, അതാ കാട് കയറിപ്പോയി. ഈ വഴി ഇറങ്ങാം.